വർഷം 2017 മാർച്ച് മാസം. കരുനാഗപ്പള്ളി കുലശേഖരപുരം എന്ന ഗ്രാമം. ആ ദിവസം രാവിലെ സമയം 6 മണിയായിട്ടുണ്ടാവും. 39 വയസ്സുകാരിയായിട്ടുള്ള ശൈല തന്റെ വീട്ടിലെ ജോലികളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം ഒരുപാട് മുന്നോട്ട് പോയി. 7 മണിയായി, 8 മണിയായി, 8:30 12 വയസ്സുള്ള തന്റെ മകളായിട്ടുള്ള പ്രിയ ഇനിയും ഉറങ്ങി എഴുന്നേറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് ശൈല മകളെ വിളിക്കാനായിട്ട് മകൾ കിടന്നുറങ്ങുന്ന ആ ഒരു റൂമിലേക്ക് പോവുകയാണ്. മകൾ ഉറങ്ങുന്ന റൂമിന് വെളിയിലെത്തിയ ശൈല ആ റൂമിന്റെ വാതിൽ അടച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇതെന്താണ് ഈ സമയത്ത് അടച്ചിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശൈല ആ റൂമിന്റെ വാതിൽ തുറക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. ഇതെന്താണ് വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിരിക്കുന്നത്? പ്രിയ എഴുന്നേൽക്ക്, സമയം ഒരുപാടായി, വാതിൽ തുറക്കുക എന്ന് ശൈല വിളിച്ചു പറഞ്ഞു. ഒരുപാട് നിലവിളിച്ചു പറഞ്ഞു. ആ വാതിലിൽ ഒരുപാട് തവണ തട്ടി നോക്കുകയും ചെയ്തു. പക്ഷേ അമ്മയായിട്ടുള്ള ശൈല എത്രയൊക്കെ വിളിച്ചിട്ടും പ്രിയ വിളി കേട്ടില്ല. ഇങ്ങനെ വിളി കേൾക്കാത്തത് കൊണ്ട് തന്നെ ശൈലയ്ക്ക് വല്ലാത്തൊരു പേടിയും ചില സംശയവും തോന്നുകയാണ്. ഉടൻ തന്നെ ശൈല ആ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് പ്രിയ ഉറങ്ങുന്ന ആ റൂമിന്റെ ജനൽ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ജനലും ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ വീട്ടിൽ താമസിക്കുന്നത് ശൈലയും ശൈലിയുടെ മകളായിട്ടുള്ള പ്രിയയും പിന്നെ ശൈലിയുടെ പെട്ടാളക്കാരനായിട്ടുള്ള ഭർത്താവിന്റെ വയസ്സായ അമ്മയും മാത്രമാണ്. ഇതുകൊണ്ട് തന്നെ ശൈല നേരെ ഓടിയിട്ട് അയൽ വീട്ടിലെത്തി. അവിടെ എത്തിയിട്ട് അവരോട് പറഞ്ഞു, ഇത്തരത്തിൽ മകൾ വാതിൽ തുറക്കുന്നില്ല, ഒന്ന് വന്ന് നോക്കാമോ എന്ന്. ആ വീട്ടിലെ ചേട്ടന്മാർ ഈ വീട്ടിലേക്ക് എത്തിയിട്ട് ഈ പറയുന്ന വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് കയറി. ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയ അവർ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. അതെ, പ്രിയ തന്റെ ജീവൻ സ്വയം അവസാനിപ്പിച്ചിരിക്കുന്നു. ഷാൾ എടുത്തിട്ട് ജനലിന്റെ കമ്പിയിൽ, അറ്റത്തുള്ള കമ്പിയിൽ കെട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗം കഴുത്തിൽ കെട്ടിയിട്ട് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് പ്രിയയെ കണ്ടത്. മകൾ സ്വയം ജീവൻ അവസാനിപ്പിച്ച ആ കാഴ്ച കണ്ടപ്പോൾ അമ്മയായിട്ടുള്ള ശൈലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായി. അവർ മാനസികമായിട്ട് ആകെ തളർന്നു പോയി. ശേഷം ആ വീട്ടിലേക്ക് ചുറ്റുള്ള ആളുകൾ എല്ലാവരും ഓടിക്കൂടി. അധികം വൈകാതെ പോലീസ് അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പ്രിയ മരിച്ചു നിൽക്കുന്ന ആ ഒരു പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ ആർക്കും അതൊരു സ്വയം ജീവൻ അവസാനിപ്പിക്കലാണെന്ന് തോന്നില്ല. ആരോ പ്രിയയെ അപായപ്പെടുത്തിയതാണ് എന്നേ തോന്നൂ. എന്തായാലും സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസുകാർക്കും ഈ ഒരു സംശയം തോന്നിയത് കൊണ്ട് തന്നെ ആ ഒരു വീട് പൂർണ്ണമായിട്ടും പോലീസുകാർ സെക്യൂർ ചെയ്തു. മറ്റാരും അനുവാദമില്ലാതെ ആ വീട്ടിലേക്ക് കയറാനായിട്ട് പോലീസുകാർ സമ്മതിച്ചില്ല. ഉടൻ തന്നെ ഫോറൻസിക് ടീമും ഡോഗ് സ്ക്വാഡും ആ വീട്ടിലേക്ക് എത്തി. തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച ശേഷം ആ ഒരു ശരീരം റിക്കവർ ചെയ്ത് ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. പ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് ചില സംശയങ്ങളെല്ലാം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പോലീസുകാർ ആ വീട്ടിലെ മറ്റുള്ളവരെ ഒരു സംശയത്തിന്റെ രീതിയിലാണ് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ പോലും അറിയാതെ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പോലീസുകാർ. ഇങ്ങനെ നിരീക്ഷിച്ചതിൽ പ്രിയയുടെ അമ്മയായിട്ടുള്ള ശൈലിയുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. സ്വന്തം മകൾ ഇത്തരത്തിൽ മരിച്ചു കിടക്കുമ്പോൾ വല്ലാത്തൊരു ഷോക്കിംഗ് അവസ്ഥയാണ് എന്ന രീതിയിൽ, എന്തോ ഒരു വിഷമമുണ്ട് എന്ന രീതിയിൽ അഭിനയിക്കാനായിട്ടായിരുന്നു ശൈല ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ നെഞ്ചു തട്ടിയുള്ള നിലവിളിയോ കരച്ചിലോ ഒന്നും തന്നെ പോലീസുകാർ ആ വീട്ടിൽ കണ്ടില്ല. കൂടാതെ ശൈലയുടെ മുഖത്ത് വിഷമത്തിനേക്കാൾ കൂടുതൽ ടെൻഷനാണ് പോലീസുകാർ കണ്ടത്. യഥാർത്ഥത്തിൽ പ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചത്? പ്രിയയുടെ അമ്മയായിട്ടുള്ള ശൈല ഇങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള കാരണം എന്താണ്? യഥാർത്ഥ സത്യം വെളിയിൽ അറിഞ്ഞപ്പോൾ, ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞപ്പോൾ സത്യത്തിൽ ആർക്കും അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അവിശ്വസനീയമെന്ന് തോന്നിപ്പോകുന്ന പ്രിയയുടെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. പോലീസുകാർ സംശയിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, പ്രിയയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഓട്ടോപ്സി റിപ്പോർട്ട് വരണം. അന്വേഷണ ഉദ്യോഗസ്ഥർ ഓട്ടോപ്സി റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കുകയാണ്. ഫൈനലി ഓട്ടോപ്സി റിപ്പോർട്ട് കയ്യിൽ കിട്ടി. ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ച പോലീസുകാർ വല്ലാതെ ഞെട്ടിപ്പോയി. അതായത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് പ്രിയ ഒരുപാട് കൊടിയ പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നാണ്. പ്രിയയെ ആരോ ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. ഇങ്ങനൊരു കാര്യം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിലും മരണകാരണം സ്വയം ജീവൻ അവസാനിപ്പിക്കൽ തന്നെയാണ്. അതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. എന്തായാലും പോലീസ് കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായിട്ട് പോലീസുകാർ ചോദ്യം ചെയ്തത് പ്രിയയുടെ അമ്മയായിട്ടുള്ള ശൈലയെ തന്നെയാണ്. മകൾ ഈ പ്രവൃത്തി ചെയ്യാൻ കാരണം എന്തായിരിക്കും? മകളെ ആരെങ്കിലും ശാരീരികമായിട്ട് ഉപയോഗിച്ചതിനെ പറ്റി നിങ്ങൾക്കറിയാമോ? എന്തെങ്കിലും വിഷമങ്ങൾ മകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രിയയുടെ അമ്മയോട് ചോദിച്ചത്. ഈ ചോദ്യത്തിന് ശൈല പറഞ്ഞ മറുപടി, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊന്നും അറിയില്ല, അത് കൂടാതെ എന്റെ മകൾ ഇങ്ങനെയുള്ള വിഷമങ്ങളൊന്നും
കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ്. അടുത്തതായി പോലീസ് ചോദ്യം ചെയ്തത് അവിടെയുള്ള നാട്ടുകാരെയാണ്. ഈ വീട്ടിലേക്ക്, ശൈലിയുടെ വീട്ടിലേക്ക് ആരെങ്കിലും അസാധാരണമായിട്ട് വന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശൈലിയുടെ സ്വഭാവം എന്താണ്? അവരുടെ ജീവിത രീതി എന്താണ്? ഇതിനെക്കുറിച്ചാണ് അയൽവക്കാരോട് ചോദിച്ചത്. അവരെല്ലാവരും ശൈലിയെക്കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നത്. പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും പറയുന്നില്ല. അത് മാത്രമല്ലാതെ ആ വീട്ടിലേക്ക് ഇങ്ങനെ സംശയം തോന്നുന്ന രീതിയിലൊന്നും ആരും പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് അവിടെ ചുറ്റുമുള്ളവർ പറയുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അയൽവക്കക്കാർ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശൈല ഞങ്ങളോടൊന്നും അത്ര അടുപ്പം കാണിക്കില്ല, ഞങ്ങളെ എല്ലാവരെയും അകറ്റിയിട്ടാണ് ശൈല നിർത്തിയിരുന്നത് എന്ന് കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതായി ആ വീട്ടിൽ വയസ്സായ ഒരു അമ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ശൈലിയുടെ ഭർത്താവിന്റെ അമ്മ. ഈ അമ്മയോടും പോലീസുകാർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അമ്മ കാര്യമായിട്ട് എനിക്കൊന്നും അറിയില്ല മക്കളെ, എനിക്കിതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല, അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് പോലീസുകാരെ ഒഴിവാക്കി വിടുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും സംശയം തോന്നുന്ന രീതിയിലൊന്നും പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും പോലീസുകാർക്ക് ശൈലയെ നല്ല രീതിയിൽ സംശയം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ പെരുമാറ്റം എല്ലാം തന്നെ ആ രീതിയിലായിരുന്നു. സോ ശൈലയുടെ മൊബൈൽ ഫോൺ പോലീസുകാർ മേടിച്ചിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ തവണ ശൈലയെ വിളിച്ചിരിക്കുന്നത്, ശൈല ആരെയാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ചതിൽ നിന്നും രഞ്ജു എന്ന് പറയുന്ന വ്യക്തിയെ ശൈല ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. അയാൾ ഇങ്ങോട്ടേക്കും വിളിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇവർ കൂടുതലും സംസാരിച്ചിരിക്കുന്നത് മണിക്കൂറുകളാണ്. പുലർച്ചെയും അർദ്ധരാത്രിയും എല്ലാം തന്നെ ഇവർ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ ശേഷം പോലീസുകാർ ശൈലയെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്തു. ആരാണ് ഈ രഞ്ജു? നിങ്ങളും രഞ്ജുവുമായിട്ട് ഒരുപാട് തവണ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളും രഞ്ജുവും തമ്മിൽ എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസുകാർ ചോദിച്ചത്. മണിക്കൂറുകളോളം രഞ്ജുവുമായിട്ട് ശൈല സംസാരിച്ചതിന്റെ പ്രൂഫ് പോലീസുകാരുടെ കൈവശം ഉള്ളത് കൊണ്ട് തന്നെ ശൈലയ്ക്ക് കാര്യമായിട്ടുള്ള നുണയൊന്നും പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണ് ഈ രഞ്ജുവുമായിട്ടുള്ള ബന്ധമെന്ന് ശൈല പോലീസുകാരോട് തുറന്നു പറഞ്ഞു. രഞ്ജു ശൈലിയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. ശൈലയ്ക്ക് പൊതുവെ ഭക്തി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശൈല എപ്പോഴും അമ്പലത്തിലേക്ക് പോകും. ഇങ്ങനെ അമ്പലത്തിലേക്ക് പോയി ഈ പറയുന്ന പൂജാരിയുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനായി തുടങ്ങി. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ നമ്പർ കൈമാറി രാത്രിയിൽ വിളിക്കാനായി തുടങ്ങി, നേരിട്ട് കാണാനായി തുടങ്ങി. ഒരു അവിഹിത ബന്ധം രണ്ടുപേരും തമ്മിൽ ഉടലെടുത്തു. രഞ്ജു ശൈലയ്ക്ക് ആരാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ അടുത്തതായിട്ട് വീണ്ടും ചോദിച്ചു, രഞ്ജു നിങ്ങളുടെ മകളെ ഉപദ്രവിക്കാറുണ്ടോ, ശാരീരികമായിട്ട് ഉപയോഗിക്കാറുണ്ടോ എന്ന്. ആദ്യം അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ശൈല പറഞ്ഞത്. അവസാനം പോലീസുകാർ പല രീതിയിൽ ചോദിച്ചപ്പോൾ ശൈലയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവസാനം ശൈല പറഞ്ഞു, അതെ രഞ്ജു എന്റെ മകളെ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. ശൈലയുടെ വായിൽ നിന്നും ഇത് കേട്ടപാടെ പോലീസുകാർ രഞ്ജുവിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. എന്നിട്ട് ചോദ്യം ചെയ്യാനായി തുടങ്ങി. ശൈലയെയും രഞ്ജുവിനെയും മുൻനിർത്തി പോലീസുകാർ പല രീതിയിൽ ചോദിച്ചു. നിങ്ങൾ ആ പെൺകുട്ടിയെ എന്താണ് ചെയ്തത്, യഥാർത്ഥത്തിൽ ആ വീട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോലീസുകാർ ചോദിച്ചത്. ആദ്യമൊക്കെ മറുപടി പറയാതെ മൗനമായിട്ട് നിന്നുവെങ്കിലും അവസാനം രണ്ടുപേരും എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാരോട് തുറന്നു പറഞ്ഞു. ശൈലയും രഞ്ജുവും അമ്പലത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആദ്യം ചെറിയ രീതിയിലുള്ള വിശേഷ അന്വേഷണങ്ങളായിരുന്നു. അതിനുശേഷം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ നമ്പർ കൈമാറിയിട്ട് ഫോൺ വിളിക്കാനായി തുടങ്ങി. ഒരുപാട് നേരം സംസാരിക്കാനായി തുടങ്ങി. ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നതിനും ഇടപഴകുന്നതിനും അവിടെയുള്ള നാട്ടുകാർ തടസ്സമാണെന്ന് ശൈലയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ശൈല ആദ്യം ചെയ്തത് നാട്ടുകാരുമായിട്ടുള്ള ബന്ധം കുറയ്ക്കുക എന്നതാണ്. നാട്ടുകാരെ തന്നിൽ നിന്നും തന്റെ വീട്ടിൽ നിന്നും ശൈല അകറ്റി നിർത്തി. അതിനുശേഷം പൂജയുടെ കാര്യങ്ങൾ പറഞ്ഞ് രഞ്ജുവിനെ ശൈല വീട്ടിലേക്ക് വരുത്തിച്ചു. പരസ്പരം അവർ രണ്ടുപേരും സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുകയും ചെയ്തു. ശൈലയെ കാണാനായിട്ടും ഇടപഴകാനായിട്ടും ശൈലയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന രഞ്ജു ശൈലയുടെ മകളോടും വളരെ മോശമായിട്ട് പെരുമാറാനായി തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം തന്നെ ശൈല കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ശൈല ഒന്നും പ്രതികരിച്ചില്ല. മൗനമായിട്ട് മിണ്ടാതെ നിൽക്കുക മാത്രമാണ് ചെയ്തത്. ശൈല ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രഞ്ജു ഇത് തുടരെ ചെയ്യാനായി തുടങ്ങി. സത്യത്തിൽ പ്രിയയ്ക്ക് ഇയാൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനുള്ള പ്രായം പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വിഷാദ ഭാവത്തിലേക്ക് പ്രിയ മാറുകയാണ്. സ്വന്തം അമ്മ പോലും മകളോട് രഞ്ജു ചെയ്യുന്ന ഈ പ്രവൃത്തി കണ്ടിട്ട് അത് തടയുന്നില്ല. അത് മാത്രമല്ലാതെ രഞ്ജുവും ശൈലയും മകളുടെ മുന്നിൽ വെച്ചിട്ടാണ് പല വൃത്തികെട്ട പ്രവൃത്തികളും ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ പ്രിയ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടും കഴിഞ്ഞില്ല. രഞ്ജു പ്രിയയെ അമ്മയുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ട് പ്രിയയെ ഭീഷണിപ്പെടുത്തും. ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെളിയിൽ ഒരിക്കലും പറയാനായിട്ട് പാടില്ല. അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും എന്നുള്ള ആ ഒരു ഭീഷണിയും രഞ്ജു നടത്തിയിട്ടുണ്ട്. ഈ പ്രവൃത്തികൾ മാസങ്ങളോളമാണ് ആ വീട്ടിൽ നടന്നിരിക്കുന്നത്. സത്യത്തിൽ പ്രിയ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അവസാനം അമ്മയുടെയും അമ്മയുടെ കാമുകന്റെയും ഈ പ്രവൃത്തി സഹിക്കാൻ കഴിയാതെയാണ്
പ്രിയ സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നത്. സത്യത്തിൽ ഈ സ്വയം ജീവൻ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് പോലും ആ കുട്ടിക്ക് മനസ്സിലാക്കേണ്ട പ്രായമായിട്ടില്ല. പക്ഷേ സാഹചര്യം അതിനവളെ നിർബന്ധിച്ചു. അവൾക്കത് അത്യാവശ്യമായിട്ട് വന്നു. പ്രിയയുടെ അച്ഛനായിട്ടുള്ള പട്ടാളക്കാരൻ വർഷത്തിൽ 1-2 തവണ മാത്രമേ ആ വീട്ടിലേക്ക് വരുള്ളൂ. അതുകൂടാതെ പ്രിയയുടെ കൂടെ ഇരിക്കുന്ന അമ്മയോ ഈ രീതിയിലാണ്. പിന്നെ ആ വീട്ടിലുള്ളത് വയസ്സായ ഒരു മുത്തശ്ശിയാണ്. ഈ മുത്തശ്ശി ഈ പറയുന്ന ശൈലിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വയസ്സായ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർക്കും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആർക്കും തന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നൽ പ്രിയയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രവൃത്തി ചെയ്തതും. പൂജാരിയായിട്ടുള്ള 29 വയസ്സുകാരൻ രഞ്ജുവിനെ കുറിച്ച് പോലീസുകാർ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ഇയാൾ പൊതുവെ നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അത് കൂടാതെ പ്രകൃതി വിരുദ്ധ ലൈംഗികത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശൈലയാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. രഞ്ജു നല്ലത് എന്നല്ല പറയുന്നത്, വളരെ വൃത്തികെട്ടവനാണ്, മരണശിക്ഷ അർഹിക്കുന്നവനാണ്. പക്ഷേ ശൈലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം മകളെ പോലും അവർ ഇല്ലാതാക്കി. ഇതാണ് സത്യം. രഞ്ജുവിനെ പോലുള്ള ആളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. അവരെ കണ്ടെത്താനായിട്ട് വളരെ പ്രയാസമായിരിക്കും. കാരണം അവരുടെ ഈ സ്വഭാവം അവർ അവരുടെ ഉള്ളിലായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക. അത് വെളിയിൽ പെട്ടെന്നൊന്നും കാണിക്കില്ല. സോ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും മക്കളെ ബോധപൂർവ്വം രക്ഷിച്ചെടുക്കണം. ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഞാൻ എന്തായാലും ചോദിക്കുന്നില്ല. പക്ഷേ വളരെ ശ്രദ്ധിച്ചിരിക്കുക, കെയർഫുൾ ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.